जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ഹരേ കൃഷ്ണ. ഇത് ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. ഇത് വോളിയം 6 വായിച്ച കാര്യമാണ്. അവിടെ ശ്രീല പ്രഭുപാദ് ഋഷികേശിൽ നിന്ന് വൃന്ദാവനത്തിൽ വന്നു. പ്രഭുപാദ് മനസ്സിലായി തന്റെ ആരോഗ്യം തീർന്നു, താനിനി വൃന്ദാവനത്തിൽ പീസ്ഫുള്ളായിട്ട് മരണം കൈവരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം മറ്റു ശിഷ്യന്മാരും പ്രധാന ശിഷ്യന്മാരൊക്കെ ശ്രീല പ്രഭുപാദിനോടൊപ്പം ഒരു ഉത്സാഹം കൊടുക്കുമായിരുന്നു. പ്രഭുപാദ് അങ്ങ് വിദേശത്തേക്ക് പോയി ഭക്തന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങക്ക് വീണ്ടും കുറച്ചു നാളും കൂടെ ഈ ഭൂമിയിൽ തുടരണം എന്നുള്ള ആഗ്രഹം വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സാഹചര്യത്തില് പ്രഭുപാദ് വൃന്ദാവനത്തില് വന്നു എന്നറിഞ്ഞ കുറെ ഭക്തന്മാര് ശ്രീല പ്രഭുപാദിനെ കാണാനായിട്ട് വരികയുണ്ടായി. ശ്രീല പ്രഭുപാദിനെ കാണാനായിട്ട് വന്നിട്ട് പ്രഭുപാദ് ആ ശിഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ പ്രഭുപാദിന് ഉത്സാഹം ഉണ്ടാവും എന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ ശിഷ്യന്മാർ, പ്രധാനപ്പെട്ട ശിഷ്യന്മാര്, മധുദീസ മഹാരാജ് വന്ന സമയത്ത്, മധുദീസ മഹാരാജ് 1 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വെളിയിൽ പോയിരുന്നു. അദ്ദേഹം സന്യാസിയായിരുന്നു, ഗൃഹസ്ഥനായി മാറി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വെളിയിൽ പോയിരുന്നു. പക്ഷെ പ്രഭുപാദ് ആരോഗ്യം മോശമായ അവസ്ഥയിൽ വൃന്ദാവനത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഈ ഭക്തന്മാരെല്ലാം വന്നു. അങ്ങനെ മധുദീസ മഹാരാജ് വന്നപ്പം പ്രഭുപാദ് അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, ഡോൺ ഗോ അവേ, പോവരുത്, ഈ പ്രസ്ഥാനം വിട്ടു പോകരുത്, നീ ഗൃഹസ്ഥനായിട്ട് തന്നെ ഇതിനകത്ത് തുടരാനായിട്ട് പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തില് സത്സ്വരൂപ മഹാരാജ് വന്നു, അമേരിക്കയിൽ നിന്ന്. സത്സ്വരൂപ മഹാരാജ് ബാക്ക് ടു ഗോഡഡ് മാഗസിന്റെ എഡിറ്ററാണ്. അപ്പൊ അദ്ദേഹം വന്ന സമയത്ത് പ്രഭുപാദ് പറഞ്ഞു, നിന്റെ ആർട്ടിക്കിള് ശ്രീല പ്രഭുപാദ് സ്പീക്സ് ഔട്ട് എന്ന് പറഞ്ഞ ആർട്ടിക്കിള് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. വേറൊരു സന്ദർഭത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ ശ്രുതകീർത്തി പ്രഭു വന്നു. അദ്ദേഹം വന്നപ്പം അദ്ദേഹം അവിടുന്ന് കുറെ കാൻഡിൽസ് കൊണ്ടുവന്നു, മെഴുകുതിരികൾ എന്തിനാണ് കൊണ്ടുവന്നത് വെച്ചാൽ അവര് ഭക്തന്മാര് ആ പ്രസ്ഥാനത്തിന്റെ ധനശേഖരണാർത്ഥം മെഴുകുതിരികൾ ഉണ്ടാക്കി അത് വിൽക്കുമായിരുന്നു. അപ്പം അതിനുവേണ്ടി അവർ കൊണ്ടുപോകും. അപ്പൊ ഇത് കണ്ടപ്പം പ്രഭുപാദ് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വെസ്റ്റേണേഴ്സ്, നിങ്ങൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം എന്നറിയാം എന്നിങ്ങനെ ശീല പ്രഭുപാദ് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വന്നിട്ടാണ് അത് എങ്ങനെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം എന്ന് കാണിച്ചു തന്നത് എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു. കാരണം ശീല പ്രഭുപാദ് അവർക്ക് ഈശ്വരന് വേണ്ടി, ഈശ്വരന്റെ സേവനത്തിന് വേണ്ടിയും എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓരോ ശിഷ്യന്മാർ വരുമ്പോഴും അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയും പ്രഭുപാദ് വളരെ സന്തോഷവാനായിട്ട് വൃന്ദാവനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ തമാൽ കൃഷ്ണ മഹാരാജും അപ്പൊ ഇത് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, ഈ ഭക്തന്മാരുടെ സംഘത്തിലും സാഹചര്യത്തിലും അനുസരിച്ച് പ്രഭുപാദിന്റെ ഉള്ളിലുള്ള ബോധം, ആറ്റിറ്റ്യൂഡ് അത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പൊ അതനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത്, നമുക്ക് വിദേശത്തേക്ക് പോകാം, മറ്റൊരു ഭക്തന്മാരെയൊക്കെ കാണാം, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പ്രഭുപാദിന് ഇനിയും ഇവിടെ ഈ ഭൂമിയിൽ കുറച്ചു നാളും കൂടെ നിൽക്കണം എന്നുള്ള തോന്നൽ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഒരു ദിവസം പ്രഭുപാദ് എല്ലാരെയും വിളിച്ചു, ഈ അവിടെ ഉള്ള പ്രധാനപ്പെട്ട ശിഷ്യന്മാരെല്ലാം വിളിച്ചിട്ട് റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരെല്ലാം വന്ന് എന്തിനാണ് പ്രഭുപാദ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് അവരെല്ലാം വന്നത്. വന്നപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, യു ആൾ സിറ്റ് ഡൗൺ, എല്ലാരും അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു, ചുറ്റും ഇരിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഞാൻ വേറൊന്നിനും അല്ല വിളിച്ചത്, എനിക്ക് നിങ്ങളെല്ലാം കാണാൻ തോന്നും, നിങ്ങളെല്ലാം കാണുമ്പോൾ എനിക്കൊരു ഊർജ്ജം ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് പ്രഭുപാദ് സ്നേഹത്തോടു കൂടി തന്റെ ഓരോ ശിഷ്യന്മാരെ ഇങ്ങനെ നോക്കുമായിരുന്നു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വേറെ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ശിഷ്യന്മാർ ഓരോരുത്തരായിട്ട് വന്നിട്ട് പ്രഭുപാദിന്റെ ശരീരം മസാജ് ചെയ്യാനായിട്ട് തുടങ്ങി. തമാൽ കൃഷ്ണ മഹാരാജ് വന്നിട്ട് ശിരസ് മസാജ് ചെയ്തു. മധുദീസ മഹാരാജും ശ്രുതകീർത്തി പ്രഭുവും കൈകൾ മസാജ് ചെയ്തു. ഉപേന്ദ്ര വന്നിട്ട് പ്രഭുപാദിന് വീശിക്കൊടുത്തു. ഇങ്ങനെ ഓരോ ശിഷ്യന്മാർ അവരാ രീതിയിൽ പ്രഭുപാദിന് സേവനം ചെയ്ത സമയത്ത് പ്രഭുപാദ് ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് കണ്ണിങ്ങനെ അടച്ച് പീസ്ഫുള്ളി ഇങ്ങനെ പറഞ്ഞു, യു ആൾ ആർ വൈഷ്ണവ, പ്ലീസ് ബി മെർസിഫുൾ ടു മീ. നിങ്ങൾ എല്ലാവരും വൈഷ്ണവരാണ്, എന്നോട് കാരുണ്യം കാണിക്കൂ എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് സത്സ്വരൂപ മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, ഒരു പരിശുദ്ധ ഭക്തൻ
മറ്റുള്ളവരുടെ സേവനത്തെ വളരെയധികം പ്രകീർത്തിക്കുകയും അവരൊക്കെ ഈശ്വരന് ഉന്നതമായ സേവനം ചെയ്യുന്നുവെന്ന് ചിന്തിക്കുകയും ചെയ്യും. അവരെ പോലെ തനിക്ക് ചെയ്യാൻ എന്നാ സാധിക്കുന്നതെന്നായിരിക്കും ആ ഒരു പരിശുദ്ധ ഭക്തൻ ചിന്തിക്കുന്നത്. താൻ ചെയ്ത സേവനം അത് വലുതാണെന്ന് അദ്ദേഹം ചിന്തിക്കില്ല. മറ്റുള്ളവര് ഭഗവാനെ സേവനം ചെയ്യുന്നത് എത്ര മനോഹരമായിട്ടാണെന്നാണ് ചിന്തിക്കുന്നത്. ആ ഒരു മനോഭാവം നമുക്ക് ശീല പ്രഭുപാദിന്റെ ആ ഒരു പാസ്റ്റ് ലീലയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് സദ്ഗുരു മഹാരാജ് ആ ഒരു ഇതില് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ.